നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന CPM സ്ഥാനാർത്ഥികൾക്ക് അങ്കലാപ്പായിരിക്കുന്നു, ഉള്ളിൽ തീയായിരിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ചുക്കാൻ പിടിക്കുവാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന വിവരം. CPMന്റെ സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദന് ഒരു പൊതു തെരഞ്ഞെടുപ്പിനെ നിയന്ത്രിച്ചുള്ള പരിചയം ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി നേരിട്ട് തിരഞ്ഞെടുപ്പ് അവലോകനം നടത്തുവാൻ വേണ്ടി ഇറങ്ങുന്നതെന്നും തിരഞ്ഞെടുപ്പിന്റെ ചുക്കാൻ മുഖ്യമന്ത്രി പിടിക്കുന്നതും എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്ന സൂചനകൾ. 20 ലോക്സഭാ മണ്ഡലങ്ങളിലും സംഘടനാ രാഷ്ട്രീയ പ്രവർത്തനത്തിന് രൂപം കൊടുത്തിരുന്ന തെരഞ്ഞെടുപ്പ് അവലോകന കമ്മിറ്റിയുടെ നേതൃത്വമാണ് ഇപ്പോൾ മുഖ്യമന്ത്രി നേരിട്ട് ഏറ്റെടുത്തിരിക്കുന്നത്. ഉപതെരഞ്ഞെടുപ്പുകളിലല്ലാതെ പ്രധാന തെരഞ്ഞെടുപ്പുകളിലൊന്നും നേരിട്ട് പ്രവർത്തിച്ചുള്ള പരിചയ സമ്പത്ത് MV ഗോവിന്ദൻ എന്ന CPMന്റെ സംസ്ഥാന സെക്രട്ടറിക്ക് ഇല്ലാത്തതിന്റെ പേരിലാണ് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നതെന്നും സംഘടനാ രാഷ്ട്രീയ കമ്മിറ്റിയുടെ അവലോകനം മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള പ്രവർത്തനത്തിന് കീഴിലാക്കുന്നു എന്നുള്ളതാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. MV ഗോവിന്ദൻ എന്ന സംസ്ഥാന സെക്രട്ടറിയുടെ പരിചയക്കുറവ് തന്നെയാണ് ഇതിന് നിദാനമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ എടുത്തു പറയേണ്ട വസ്തുത. അതെന്തായാലും കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലും ഈ അവലോകന കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പ് അവലോകന കമ്മിറ്റിയുടെ നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് മുഖ്യമന്ത്രി ഓരോ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിലും പ്രസംഗിക്കുമ്പോൾ അത് ഏത് തരത്തിലുള്ള തിരിച്ചടിയാണ് തങ്ങൾക്ക് ഉണ്ടാക്കുക എന്നുള്ള അങ്കലാപ്പിൽ തന്നെയാണ് CPM സ്ഥാനാർത്ഥികൾ. 2014-ലും 2019-ലെ തെരഞ്ഞെടുപ്പിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊല്ലത്ത് പ്രസംഗിക്കുമ്പോൾ പരനാറി പ്രയോഗം നടത്തിയത് കേരളത്തിലെ ബഹുമാനപ്പെട്ട പ്രേക്ഷകർ മറന്നിട്ടുണ്ടാകില്ല എന്ന് കരുതുന്നു. ഈ 2 തെരഞ്ഞെടുപ്പുകളിലും കൊല്ലത്ത് CPM സ്ഥാനാർത്ഥികൾ ദയനീയമായി പരാജയപ്പെട്ടു എന്നുള്ളത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. RSPയിലെ പ്രേമചന്ദ്രനെ ഏത് വിധേനയും തോൽപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് പിണറായി വിജയൻ പരനാറി പ്രയോഗവുമായി കൊല്ലത്തെത്തിയത്. പക്ഷേ വെളുക്കാൻ തെച്ചത് പാണ്ടായി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി പ്രേമചന്ദ്രൻ വൻപിച്ച ഭൂരിപക്ഷത്തോടു കൂടി തെരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു. എന്നാൽ മുഖ്യമന്ത്രി പരനാറി പ്രയോഗത്തിനും അറുതി വരുത്തിയിട്ടില്ല. കിട്ടുന്ന അവസരങ്ങളിലെല്ലാം അദ്ദേഹം പ്രയോഗിച്ചു കൊണ്ടിരുന്നു. ഇത്തരത്തിലുള്ള ഒരു ശൈലി തന്നെയായിരുന്നു വടകരയിൽ ചെല്ലുമ്പോഴും മുഖ്യമന്ത്രി കൈക്കൊണ്ടിരുന്നത്. കുലം കുത്തികൾ എന്നും കുലം കുത്തികൾ തന്നെയാണ്. അവരോട് ഒരു കാരണവശാലും ഇടതുപക്ഷ പ്രസ്ഥാനം ക്ഷമിക്കുന്ന പരിപാടിയില്ല, പ്രശ്നമില്ല എന്നൊക്കെ തന്നെയായിരുന്നു മുഖ്യമന്ത്രി വടകരയിലും പ്രസംഗിച്ചത്. TP ചന്ദ്രശേഖരന്റെ വധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ സൂചിപ്പിച്ച് സംസാരിക്കുമ്പോഴും മുഖ്യമന്ത്രി പറഞ്ഞത് ഇത് തന്നെയാണ്. കുലംകുത്തികൾ എന്നും കുലംകുത്തികൾ തന്നെയാണ് എന്ന് മുഖ്യമന്ത്രി ഒരു അർത്ഥശങ്കയ്ക്കിടയില്ലാതെ തന്നെ, സംശയത്തിനിടയില്ലാതെ തന്നെയാണ് അന്ന് വടകരയിൽ സംസാരിച്ചത്. അതായത് TP ചന്ദ്രശേഖരന്റെ വധവുമായി ബന്ധപ്പെട്ട് CPMനെതിരെ ജനരോഷം ഇരമ്പി ആർത്ത് നിൽക്കുന്ന അവസരങ്ങളിലും മുഖ്യമന്ത്രി തന്റെ നിലപാടുകളിൽ മാറ്റം വരുത്തിയിരുന്നില്ല. TP ചന്ദ്രശേഖരൻ CPMനെ സംബന്ധിച്ചിടത്തോളം കുലംകുത്തിയാണ് എന്നാണ് പിണറായി വിജയൻ അന്നും ഇന്നും പറഞ്ഞിരുന്നത്. ഈ നിലപാടുകളിൽ നിന്നും പിണറായി വിജയൻ ഒരു ഇഞ്ച് പോലും പിന്നോട്ട് പോയിട്ടില്ല. വീണ്ടും 2024-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ സംഘടനാ രാഷ്ട്രീയ പ്രവർത്തനത്തിന് രൂപം കൊടുത്തിട്ടുള്ള തെരഞ്ഞെടുപ്പ് കമ്മിറ്റികളുടെ അവലോകനത്തിന്റെ ചുമതല ഏറ്റെടുത്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ വടകരയിലും സംസാരിക്കുമ്പോൾ വീണ്ടും കുലംകുത്തി പ്രയോഗം വരികയാണെങ്കിൽ വടകരയിലെ LDFന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ശൈലജ ടീച്ചറും ഉള്ളിൽ തീ കത്തി ഓടുന്നൊരവസ്ഥയിൽ തന്നെയായിരിക്കും സംഭവിക്കാൻ പോകുക എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് മുഖ്യമന്ത്രി എവിടെയെങ്കിലും പ്രസംഗിക്കാൻ വരുന്നുണ്ട് എങ്കിൽ മുഖ്യമന്ത്രിയുടെ നാവിൽ നിന്ന് ഏത് തരത്തിലുള്ള പദപ്രയോഗങ്ങൾ എതിർ സ്ഥാനാർത്ഥികൾക്ക് നേരെ ഉണ്ടാകും എന്ന് പറയാൻ സാധിക്കില്ല. ഇത് ജനരോഷം ഏത് തരത്തിൽ ഉണ്ടാക്കും, എങ്ങനെയാണ് ജനങ്ങളുടെ പ്രതികരണം തങ്ങളുടെ സ്ഥാനാർത്ഥികൾക്ക് അനുകൂലമായും പ്രതികൂലമായും മാറുന്നത് എന്ന് നിർവചിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കും മുഖ്യമന്ത്രിയുടെ പദപ്രയോഗങ്ങൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ CPM സ്ഥാനാർത്ഥികളെല്ലാവരും വിരളി പിടിച്ചിരിക്കുന്നു. മുഖ്യമന്ത്രി CPMന്റെ പ്രചരണാർത്ഥം മണ്ഡലങ്ങളിൽ എത്തുകയാണെങ്കിൽ തങ്ങളുടെ വോട്ടുകൾ കുറയാൻ തന്നെയാണ് സാധ്യത എന്നാണ് ഇപ്പോൾ ഓരോ CPM സ്ഥാനാർത്ഥികളും ദുസ്വപ്നം കാണുന്നത് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും മുഖ്യമന്ത്രി ഈ തെരഞ്ഞെടുപ്പിൽ നേരിട്ട് അവലോകനം നടത്തുവാൻ ഇറങ്ങിത്തിരിക്കുന്നതിൽ 1-2 വസ്തുതകളുണ്ട്. മുഖ്യമന്ത്രി നേരിട്ട് ഇത്തരം കാര്യങ്ങളിൽ ചുക്കാൻ പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഏതെങ്കിലും വിധത്തിൽ CPMന് പാരവച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൃത്യമായ വിജയം നേടാൻ സാധിച്ചില്ലെങ്കിൽ CPM എന്ന പാർട്ടിയുടെ ദേശീയ അംഗീകാരം നഷ്ടപ്പെടും എന്നുള്ളത് തന്നെയാണ് ഇതിൽ എടുത്തു പറയേണ്ട വസ്തുത. അരിവാൾ ചുറ്റിക നക്ഷത്രം എന്ന CPMന്റെ ചിഹ്നം പോലും പിന്നീട് അവർക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ മാറിമറിയും. കഴിഞ്ഞ ദിവസങ്ങളിൽ CPMന്റെ സമുന്നത നേതാവും മുൻ മന്ത്രി കൂടിയായിരുന്ന AK ബാലൻ പ്രസംഗിച്ചതുപോലെ പിന്നീട് വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ CPM എന്ന സംഘടന മത്സരിക്കുമ്പോൾ മരപ്പട്ടി ചിഹ്നത്തിലോ ഈനാമ്പേച്ചി ചിഹ്നത്തിലോ മത്സരിക്കേണ്ടതായി വരും എന്നാണ് AK ബാലൻ പറഞ്ഞത്. അതായത് ദേശീയ അംഗീകാരം നഷ്ടപ്പെടുകയാണെങ്കിൽ അരിവാൾ ചുറ്റിക എന്ന പാർട്ടിയുടെ
ആ ചിഹ്നവും നഷ്ടമാകും. അതിനുശേഷം പിന്നീട് പാർട്ടി മത്സരിക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അരിവാൾ ചിറ്റിക നക്ഷത്രത്തിൽ മത്സരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ മരപ്പെട്ടിയോ എലിപ്പെട്ടിയോ ഈനാമ്പേച്ചിയോ ഒക്കെ അടയാളമായി സ്വീകരിക്കേണ്ടി വരും, ചിഹ്നമായി സ്വീകരിക്കേണ്ടി വരും. ഈ ഒരു ദുരവസ്ഥ കൂടി ഒഴിവാക്കുവാൻ വേണ്ടിയാണ് പിണറായി വിജയൻ നേരിട്ട് തന്നെ പൊതു തെരഞ്ഞെടുപ്പിന്റെ ചുമതല ഏറ്റെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. എന്നാൽ പിണറായി വിജയന്റെ 20 മണ്ഡലങ്ങളിലുള്ള സാന്നിധ്യം തങ്ങൾക്ക് അനുകൂലമാകുമോ പ്രതികൂലമാകുമോ എന്നുള്ള ആശങ്കയിൽ തന്നെയാണ് ഇപ്പോൾ CPM സ്ഥാനാർത്ഥികൾ. ഏതായാലും 20 ലോക്സഭാ മണ്ഡലങ്ങളിലും പിണറായി വിജയൻ ഓടി നടന്ന പ്രചരണ പരിപാടികളുടെ